രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ ബാത്തിങ് സോപ്പാണോ അതോ ടോയ്ലറ്റ് സോപ്പാണോ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നാം സോപ്പ് ഉപയോഗിക്കുന്നത് സാധാരണമാണ്. മണം നോക്കിയും പരസ്യം കണ്ടുമെല്ലാമാണ് നാം സാധാരണയായി സോപ്പുകൾ വാങ്ങാറുള്ളത്. ഏതെങ്കിലും സോപ്പ് വാങ്ങിയാൽ നാം അത് ശീലമാക്കും. സോപ്പ് പതപ്പിച്ച് കളിക്കുന്നത് പലരുടെയും ഒരു ശീലമാണ്. എന്നാൽ സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. സോപ്പ് രണ്ട് തരമുണ്ട്: ടോയ്ലറ്റ് സോപ്പ്, ബാത്തിങ് സോപ്പ് എന്നിവയാണ്. കൊഴുപ്പിനെ ആൽക്കലി ഫോമിൽ കൊണ്ടുവന്ന് സോപ്പാക്കി മാറ്റുന്നു. TFM അഥവാ ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്ന അളവാണ് ശരീരത്തിലെ അഴുക്കിനെ നീക്കുന്നത്. സാധാരണ TFM 60-70 വരെയാണ്. ഇതിൽ മണത്തിനുള്ള സോഫ്റ്റാക്കുവാനും പത വരാനും ഉള്ള വസ്തുക്കൾ ചേർക്കും. ഇവയാണ് ടോയ്ലറ്റ് സോപ്പ്. ബാത്തിങ് സോപ്പിൽ കൊഴുപ്പിൻ്റെ അളവ് കുറവായിരിക്കും. 40-60% മാത്രമേ ഇവയുണ്ടാകൂ. ഇവയിൽ ക്രീമാണ് ശരീരം വൃത്തിയാക്കുന്നത്. ഇന്ത്യയിൽ ഇറങ്ങുന്ന സോപ്പിൽ 95% ടോയ്ലറ്റ് സോപ്പാണ്. വാസ്തവത്തിൽ TFM ഉള്ള സോപ്പുകൾ സാധാരണ ആവശ്യമില്ല. കൂടുതൽ അഴുക്കിൽ പണിയെടുക്കുന്നവർക്ക്, ഡോക്ടർമാർ പോലുള്ളവരാണിത് അത്യാവശ്യം. ബാത്തിങ് സോപ്പാണെങ്കിൽ കൂടുതൽ അണുനാശിനിയല്ല, എന്നാൽ ചർമ്മത്തിന് ഇവ നല്ലതാണ്. പ്രത്യേകിച്ചും ചർമ്മം സെൻസിറ്റീവ് ആണെങ്കിൽ, വരണ്ട ചർമ്മമെങ്കിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും. ചർമ്മ സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാകും. ഇത്തരം രോഗങ്ങളിലും നല്ലത് ബാത്തിങ് സോപ്പാണ്. എന്നാൽ എപ്പോഴും ചെളിയും പൊടിയും വരുമ്പോൾ ബാക്ടീരിയകൾ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ടോയ്ലറ്റ് സോപ്പാണ് ഗുണം. കുട്ടികൾക്ക് എപ്പോഴും ബാത്തിങ് ബാറുകളാണ് നല്ലത്. ഇതുപോലെ ചിലർ ഈ സോപ്പ് തന്നെ തലയിലും ഉപയോഗിക്കാറുണ്ട്. ഇതിനും ബാത്തിങ് സോപ്പാണ് നല്ലത്. ഇതുപോലുള്ള സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാനും ഇവയാണ് നല്ലത്. സോപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്നാകും പലരുടെയും സംശയം. സോപ്പിൻ്റെ കവറിൻ്റെ പുറകിൽ ഇവ ബ്യൂട്ടി ബാറാണോ അതോ ടോയ്ലറ്റ് സോപ്പാണോ എന്ന് എഴുതിയിരിക്കും. ഇവ നോക്കി വാങ്ങാം. ഇതുപോലെ TFM എത്ര ഉണ്ടെന്ന് നോക്കി വാങ്ങാം. അധികം ചെളി ആകാത്തവർക്കും കുട്ടികൾക്കും TFM കുറഞ്ഞ സോപ്പുകളാണ് നല്ലത്. അതേസമയം കൂടുതൽ അഴുക്കിൽ പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ടോയ്ലറ്റ് സോപ്പുകളും ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാണുന്നവരെ താങ്ക് യു.